ഹായ് ഫ്രണ്ട്സ്, അദ്വൈതം ഡയറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ കാണുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടെ ചെയ്യുക, പിന്നെ കമൻറ്റ് ഷെയറും കൂടെ ചെയ്യുക. പിന്നെ ഇൻസ്റ്റാഗ്രാം പേജായ അദ്വൈതം ഡയറീസ് ഫോളോ ചെയ്യുക. ഇന്ന് പ്രത്യേകിച്ച് ഞങ്ങൾ ഈവനിങ് വാക്ക് പോലെ പുറത്തോട്ടൊന്ന് നടക്കാൻ പോവുകയാണ് 3 പേരും കൂടെ. അപ്പോൾ ഇവർ അവിടെ നിന്നൊന്ന് കളിക്കുകയും നടക്കുകയൊക്കെ ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങളുടെ കൂടെ പോന്നോളൂ. ഓക്കെ, ഗേസ് ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ്. ബോളൊക്കെ എടുത്ത് ഗേറ്റ് അടക്കി. ഓക്കെ, പോവാം. ഗൈസ് ഞങ്ങൾ ദേ അവിടെ കുറച്ച് വസ്തുവൊക്കെ ഇട്ടിട്ടുണ്ട്. ദേ ആ കാണുന്നത് കണ്ടോ, ഞങ്ങളുടെ വീടിൻ്റെ ഓപ്പോസിറ്റുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ കുറച്ച് കുട്ടികൾക്ക് നടക്കാനും കളിക്കാനും ഒക്കെ സ്പേസ് ഉണ്ട്. അവിടെ പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ നിന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. സൂക്ഷിച്ച് വീഴരുത്. കണ്ടോ ഗൈസ്, ഇത് വിൽക്കാൻ വേണ്ടി റിയൽ എസ്റ്റേറ്റിൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനിയില്ലേ, അവർ വെച്ചിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെയൊക്കെ വൈകുന്നേരം വന്ന് ആരും താമസമൊന്നും ആയിട്ടില്ല ഇതുവരെ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നടക്കാനും കുട്ടികൾ കളിക്കാനും ഒക്കെ ഇവിടെയൊക്കെ വരാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് കരുതി ഇവിടെ വന്ന് ഇച്ചിരി ഇവർക്ക് കളിക്കുമ്പോൾ ഒരു എക്സസൈസും ആവും, നടന്നതും ആവും എന്ന് വിചാരിച്ചു. കണ്ടോ, ഇപ്പോൾ ചെറുതായിട്ട് ഇവിടെ മഴ പെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു കണ്ടോ. ഇനി ഇവിടെ കണ്ടോ, ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. ഇത് നല്ല രസമല്ലേ ഇവിടുത്തെ സ്ഥലമൊക്കെ. ഒത്തിരി വീടുകൾ ചെയ്തിട്ടിരിക്കുക. ഞങ്ങളുടെ വീടിൻ്റെ ഓപ്പോസിറ്റാണ് ഇത് ഉള്ളത്. അപ്പോൾ ഒന്നും താമസമൊന്നും ആയിട്ടില്ല. എല്ലാ വീടും കൺസ്ട്രക്ഷൻ കമ്പനിക്കാർ പണിതിട്ട് കൊടുക്കാൻ വേണ്ടി ഇട്ടിരിക്കുക. അതെ, അവർ രണ്ടുപേരും ബോളും കൊണ്ട് അങ്ങ് ഓടി. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ഉണ്ട്. എന്താ, രണ്ടുപേരും ഫുട്ബോളൊക്കെ എടുത്തിട്ടാണ് വന്നേ. അപ്പോൾ രണ്ടുപേർക്ക് ഇവിടെ കിടന്ന് കളിക്കാമല്ലോ. കളിക്കുമ്പോൾ രണ്ടുപേർക്ക് എക്സസൈസ് ആകും. അതായിരുന്നു പ്രധാന ഉദ്ദേശം. അപ്പൂപ്പൻ താടി കിട്ടി. അവന് അപ്പൂപ്പൻ താടി പറന്നു പോയി. ഗൈസ് രണ്ടുപേരും അവിടെ നിന്ന് കളിക്കുകയാണ്, ഫുട്ബോൾ കളിക്കുക. കണ്ടോ, നല്ല വ്യൂ അല്ലേ കാണാനായിട്ട്. ഒത്തിരി ഒരു 6-7 വീടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെയെല്ലാം ഈ കിടക്കുന്ന വസ്തുവിലെല്ലാം പണി ചെയ്യുക, വീട് പണിതുകൊണ്ടിരിക്കുക. വരി മുകളിലോട്ട് പോകാം. വന്നേ, മുകളിലോട്ട് പോകാം. മുകളിൽ പോയി ഫുട്ബോൾ കളിക്കും. സിദ്ധുക്കുട്ടാ, ബോൾ എടുത്തിട്ട് വാ. ഗൈസ് ദേ മുകളിലോട്ട് ഇങ്ങനെ ചുറ്റും ഈ ഫ്ലോട്ടിൻ്റെ ചുറ്റും റോഡ് ചെയ്തിട്ടിരിക്കുകയാണേ. അപ്പോൾ കണ്ടോ, ഇന്ന് പണിക്കാരുമില്ല. അപ്പോൾ ഇവിടെയൊക്കെ നിന്ന് കളിക്കാൻ നല്ല രസമുണ്ട്. ഇന്ന് പെരുന്നാളിൻ്റെയൊക്കെ സമയം ആയതുകൊണ്ടായിരിക്കാം പണിക്കാരൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പൊതുവെ ഇനി വന്നത്. വീട്ടിൽ അവിടെ നിന്ന് നോക്കിയപ്പോൾ പണിക്കാരെയൊന്നും കാണാനില്ല, സൈലൻ്റായിട്ട് കിടക്കുന്നു. അങ്ങനെയാണ് ഞങ്ങളിങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചേ. പിന്നെ ഒരു കാര്യം സന്തോഷം, ഞങ്ങളുടെ 1K സബ്സ്ക്രൈബർ ആവാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ 1000 ആക്കണം അല്ലേ? എന്തായാലും അതൊക്കെ ആയിക്കോളും. എന്തായാലും എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് 1000 ആവാൻ പോകുന്നു. ഇന്ന് നാളെ ആകുമ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സ് ആവും അല്ലേ? അതെല്ലാവരോടും താങ്ക്സ് പറയുന്നു.
നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആകുന്നത്. അതിൽ ഒരിക്കൽ കൂടെ താങ്ക്സ് ഉണ്ട്. ആദ്യം ഇന്ന് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു രണ്ടുപേർക്ക്? ആദ്യം ഏത് സബ്ജക്റ്റ് ആയിരുന്നു? ഹിന്ദി. എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? സിദ്ധുക്കുട്ടന് ഏത് എക്സാം ആയിരുന്നു? മാത്സോ? എങ്ങനെയായിരുന്നു? എല്ലാം ചെയ്തായിരുന്നോ നന്നായിട്ട്? ഈസി ആയിരുന്നോ? ഇനി 2-3 എക്സാം കൂടെ കഴിയുമ്പോൾ നമ്മൾ ഫ്രീ അല്ലേ സിദ്ധു? അല്ലേ? ഇനി 2-3 എക്സാം കൂടെ കഴിഞ്ഞാൽ വെക്കേഷനായി. പിന്നെയാണ് നമുക്ക് അടിച്ചു പൊളിക്കേണ്ടത് അല്ലേ? വന്നേ വന്നേ വന്നേ. ഞങ്ങളിങ്ങ് മുകൾ ഭാഗത്തെത്തി ഗൈസ്. കണ്ടോ? മുകൾ ഭാഗത്തെത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാം ഫ്ലോട്ടുകളായിട്ട് തിരിച്ചിട്ടിരിക്കുകയാണേ. 5 വീടോ 6 വീടോ എന്തോ വെച്ചിട്ടുണ്ട്. 5-6 ഒത്തിരി. ഇവിടെ ബേസ്മെൻറ്റൊക്കെ കെട്ടിയിട്ടിരിക്കുന്നു. കണ്ടോ? ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഞങ്ങളുടെ വീട്. ഇത് അവിടെ റബ്ബറൊക്കെ നിൽക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ വീട് മറഞ്ഞിരിക്കുന്നു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ നല്ല വ്യൂ ആയിരുന്നു. റബ്ബറിൻ്റെ ഇലയൊക്കെ തൊഴിഞ്ഞപ്പോഴേ നല്ല വ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അല്ലേ സിദ്ധുക്കുട്ടാ? സിദ്ധു ആദ്യമൊക്കെ ഇതിനു മുമ്പ് സൈക്കിൾ ചവിട്ടാനൊക്കെ കുറച്ച് ദിവസം ഇവിടെ വന്നു. പിന്നെ അവർക്കൊരു മടി, പിന്നെ ഇങ്ങോട്ടും അല്ല. പിന്നെ പണിക്കാരൊക്കെ എപ്പോഴും ഇവിടെ ഉള്ളത് കൊണ്ട് അവർ പിന്നെ വരാൻ മടിക്കും. പക്ഷെ നല്ല രസമായിരുന്നു ഇവിടെ നിന്ന് കളിക്കാനൊക്കെ. എപ്പോഴും കുട്ടികളൊക്കെ വന്ന് ക്രിക്കറ്റ് ഫുട്ബോളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഗേസ് ഇവിടെ നിന്ന് ഞങ്ങളിനി താഴോട്ട് ഇറങ്ങുന്നു. ഇവിടുത്തെ കാലം താഴെയാണ് കളിക്കാൻ എളുപ്പമുള്ള സൗകര്യമുള്ളത് അല്ലേ സിദ്ധു? ആദ്യം അവിടെയാണ് കളിക്കാൻ സൗകര്യമുള്ളത് അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ താഴോട്ട് ഇറങ്ങി താഴത്തെ പ്ലോട്ടിൽ നിന്ന് കളിക്കാമെന്ന് വിചാരിച്ചു. ഇവർ അവിടെയാണ് സൗകര്യം. ഫ്രണ്ട്സ്, ഞങ്ങളിനി പോകാൻ പോകുന്നത് രണ്ടുപേരും നന്നായിട്ട് കളിച്ചിട്ടുണ്ട് ഫുട്ബോൾ. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറോളമായി ഞങ്ങളിവിടെ വന്നിട്ട്. അപ്പോൾ ഇനി പോകാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ സിദ്ധു നടന്ന് അങ്ങ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം സിദ്ധു നന്നായിട്ട് കളിച്ചല്ലോ അല്ലേ? ഒത്തിരി കളിച്ചല്ലേ? നല്ല രസമുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഇവിടുത്തെ? അടിപൊളിയാണ്. ചൂടൊന്നുമില്ല അല്ലേ? ചൂടില്ല, വെയിലില്ല. അപ്പൊ ഇനി നമുക്ക് നിർത്തിയിട്ട് പോവാം. 1 മണിക്കൂറോളം കളിച്ചല്ലോ. ശരീരമൊക്കെ ഒന്ന് ഇളകിയിട്ടുണ്ടല്ലോ. അപ്പൊ എന്താ പറയാനുള്ളേ നമ്മുടെ ഫ്രണ്ട്സിനോട് എല്ലാവരും? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും. നമ്മൾ 1K അടുത്ത് ക്ലോസ് ആയിട്ടുണ്ട്. സബ്സ്ക്രൈബും കൂടെ ചെയ്യും. പിന്നെ കമന്റ് ഷെയർ. ഓക്കെ, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യും. ബൈ ബൈ ഫ്രണ്ട്സ്.